ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളും നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചിക്കൻ ഷവർമയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഷവർമയിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കുബ്ബൂസാണ്. അപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ കുബ്ബൂസും നല്ല പെർഫെക്റ്റായിട്ട് വീട്ടിൽ തന്നെ റെഡിയാക്കിയിട്ട് ഷവർമ ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ പെർഫെക്റ്റായിട്ട് കുബ്ബൂസ് റെഡിയാക്കണം എന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കടയിൽ നിന്ന് കുബ്ബൂസ് വാങ്ങിച്ചിട്ട് എങ്ങനെ ഷവർമ ഉണ്ടാക്കാം എന്നുള്ളൊരു റെസിപ്പിയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടുന്ന മയണൈസ് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കുന്നതാണ്. അതിൻ്റെ ഒരു റെസിപ്പിയും കൂടെ ഞാൻ ഈ വീഡിയോയിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ മുഴുവനായും കാണണം. എന്നിട്ട് അതേപോലെ നിങ്ങൾ ചെയ്താൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സമയമൊന്നും കളയാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ ഷവർമ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചിക്കന് ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബോൺലെസ് ചിക്കനാണ്. അത് ഞാനിങ്ങനെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കൊരു 4 ഷവർമ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ പീസ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊരു അരമണിക്കൂർ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഈ മസാലയൊക്കെ ഒന്ന് ഈ ചിക്കനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ഈ ഷവർമയിലേക്ക് വേണ്ടുന്ന മയണൈസ് റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മയണൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 1/4 മുറി നാരങ്ങയും 1 മുട്ടയും പിന്നെ ഒരു 3 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ അങ്ങനെയൊക്കെയുള്ള ഓയിൽ ഉപയോഗിക്കാവുള്ളൂ. കോക്കനട്ട് ഓയിൽ നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോൾ അത് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നാരങ്ങ നീരൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ അടിച്ചെടുത്തപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് മയണൈസ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഓയിൽ ചേർത്ത് കൊടുക്കുന്ന അനുസരിച്ചാണ് മയണൈസിനൊരു കുറച്ച് കട്ടിയൊക്കെ വരുന്നത്. ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓയിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മയണൈസ് ആ ഒരു കറക്റ്റ് പരുവത്തിന് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിലുള്ള നമ്മളുടെ മയണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാനിവിടെ കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു ഗ്രീൻ കളർ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ചെറിയ കട്ടിയില്ലാണ്ട് ഒന്ന് അരിഞ്ഞെടുക്കാം. കുറച്ച് നൈസായിട്ട് മതി വെജിറ്റബിൾസൊക്കെ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾസൊക്കെ കനം കുറച്ചിട്ടാണ് അരിയുന്നത്. അപ്പോൾ ക്യാരറ്റൊക്കെ ഇതിൽ സ്ലൈസർ ഉപയോഗിച്ചിട്ട് അരിഞ്ഞാൽ കുറച്ച് നല്ലതാണ്. അപ്പോൾ എൻ്റെ ഈ സ്ലൈസർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിങ്ങനെ ജസ്റ്റ് കത്തി കൊണ്ടിട്ടൊന്ന് ചീകി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് വീണ്ടും ഒന്നുകൂടെ ചെറിയ സൈസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മളിപ്പോൾ നമ്മളുടെ എല്ലാ വെജിറ്റബിൾസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പല കളറിലുള്ള വെജിറ്റബിൾസ് ഇങ്ങനെ കാണാൻ തന്നെ നല്ലൊരു രസമുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ഫില്ലിങ്സ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരട്ടെ. പാനൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള നമ്മളുടെ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയിൽ കിടന്നതൊന്ന് ഫ്രൈ ആവുകയും ചെയ്യും, അതുപോലെ ഒന്ന് വെന്ത് വരികയും ചെയ്യും. അപ്പോൾ വളരെ ചെറിയ പീസായിട്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് അധികം വേകാൻ അധികം ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചിക്കൻ ഈ ഒരു പരുവത്തിലാകും. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിളും കൂടെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾ ഒരുപാട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ വെജിറ്റബിൾസിൽ നമ്മൾ ഉപ്പ് ചേർത്തില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ വെജിറ്റബിൾസിൻ്റെ മുകളിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഷവർമ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫില്ലിങ്സ് എടുത്തിട്ടുണ്ട്, അതുപോലെ സോസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മയണൈസും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മുടെ കുബൂസാണ്. കുബൂസ് ഞാൻ ചെറിയ സൈസിൽ ഉള്ള കുബൂസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നടുക്കൂടെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. സൈഡ് വിട്ടു പോകാത്ത രീതിയിലാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. രണ്ടായിട്ടൊന്നിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡിയാക്കാനായിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഈ കുബൂസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഒരു ലെയർ പോലെ നമ്മുടെ മയണൈസ് തേച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സോസ് തേച്ച് കൊടുക്കാം. നമുക്ക് ഏത് സോസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ചില്ലി സോസോ ടൊമാറ്റോ സോസോ ഉപയോഗിക്കാം. ഞാനിവിടെ ചില്ലി സോസ് ഉള്ളത് കൊണ്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫില്ലിങ്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ചിക്കൻ നല്ല ഫ്രൈ ആയിട്ടുള്ള രീതിയിലുള്ള ഫില്ലിങ്സാണിത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെച്ച് കൊടുക്കുക. ഒരുപാട് വെക്കണ്ട. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗം തൊട്ട് വേണം ഒന്ന് ചുരുട്ടിയെടുക്കാൻ. അപ്പോൾ നമ്മുടെ ഒരു ഷവർമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി അതുപോലെ ബാക്കിയുള്ള കുബൂസുകളെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് ഷവർമയാക്കി എടുക്കാം. അപ്പോൾ ഞാനീ പറഞ്ഞ അളവിൽ നമുക്ക് 4 ഷവർമ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. പിന്നെ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.